ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ഫ്രീക്വൻസി ആൻഡ് മീഡിയൻ. കഴിഞ്ഞ ദിവസം നമ്മൾ മീഡിയൻ എന്താന്ന് പറഞ്ഞിരുന്നു. തന്നിരിക്കുന്ന സ്കോഴ്സിന് എങ്ങനെ അസെൻഡിങ് ഓർഡറിൽ ചെറുത് മുതൽ വലുത് വരെ അറേഞ്ച് ചെയ്യുമ്പോൾ നടുക്ക് വരുന്നത് അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ തന്നിരിക്കുന്ന എപ്പോഴും നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് തരുമ്പോൾ അതിന്റെ മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദി ഹീമോഗ്ലോബിൻ ലെവൽ ഓഫ് 25 ചിൽഡ്രൻ ഗിവൺ ബിലോ. 25 കുട്ടികളുടെ ഹീമോഗ്ലോബിൻ ലെവലാണ് താഴെ തന്നിരിക്കുന്നത്. അതിന്റെ മീഡിയൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിൻ ലെവല് 12.0 ഗ്രാം പെർ ഡെസിലിറ്റർ, 12.4 ഗ്രാം പെർ ഡെസിലിറ്റർ. അങ്ങനെ ഈ ഹീമോഗ്ലോബിൻ ലെവൽ 12.0 വരുന്ന 2 കുട്ടികൾ, 12.4 വരുന്ന 3 കുട്ടികൾ, 12.7 വരുന്ന 5 കുട്ടികൾ, 13.1 വരുന്ന 6 കുട്ടികൾ. ഇങ്ങനെ ഒരു ടേബിൾ ആയിട്ട് തന്നിരിക്കുക. കാരണം 25 പേരുടെ ഇങ്ങനെ നിരത്തി എഴുതുമ്പോൾ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ടേബിൾ ആക്കി. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കൂടുതൽ എണ്ണം വരുമ്പോൾ നമുക്ക് ഇതുപോലെ തരാൻ പറ്റുള്ളൂ. അപ്പോൾ 12.0 ഉള്ള 2 പേര്, 12.4 ഉള്ള 3 പേര് ഇങ്ങനെ തന്നിരിക്കുക. അപ്പൊ ആകെ എത്ര പേരുണ്ട്? 25 പേരുണ്ട്. അപ്പൊ 25 പേരുണ്ടെങ്കിൽ നടുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 13ാമത്തെ 25ന്റെ കൂടെ ഒന്ന് കൂട്ടി പകുതി എടുത്താൽ മതി. ഓഡ് നമ്പർ ഓഫ് ടൈംസ് ആണെങ്കിൽ അതിനോട് ഒന്ന് കൂട്ടിയിട്ട് പകുതി എടുക്കുക. അപ്പൊ 25 1 26ന്റെ പകുതി 13ാമത്തെയാണ് മിഡിൽ നടുക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ 12.02 പ്രാവശ്യം എഴുതണം. 12.4 അതെ 12.2 2 പ്രാവശ്യം എഴുതി. 12.4 3 പ്രാവശ്യം എഴുതി. 12.7 5 പ്രാവശ്യം എഴുതി. 13.1 6 പ്രാവശ്യം എഴുതി. അങ്ങനെ ഓരോന്നും എഴുതി. അങ്ങനെ 25 എണ്ണം ഇങ്ങനെ നിരത്തി എഴുതിയിരിക്കും. അപ്പൊ 25 നടത്തി എഴുതുമ്പോ നടുക്ക് വരുന്ന ഏതാ? 10 എല്ലാം നിരത്തി എഴുതിയിട്ടുണ്ട്. അതായത് 12 2 പ്രാവശ്യം, 12.4 3 പ്രാവശ്യം, 12.7 5 എണ്ണം, 13.1 4 എണ്ണം, 13.6 13.1 13.3 3 അതുപോലെ 13.6 2 എണ്ണം, 13.6 3 13.14 2 അങ്ങനെ ക്രമമായിട്ട് എഴുതിയിരിക്കുകയല്ല ഈ സ്കോഴ്സ് എല്ലാം. അതായത് 25 എണ്ണം നിരത്തി അങ്ങ് എഴുതി. ഇനി ഇതിൽ നടുക്ക് വരുന്ന ഏതാ? 13ാമത്തെ സ്കോർ. 13ാമത്തെ കണ്ടോ 13.1. അപ്പൊ മീഡിയൻ എന്ന് പറയുന്നത് 13 അപ്പൊ എന്താ ചെയ്ത് ഇതെല്ലാം കൂടി അങ്ങനെ നിരത്തി എഴുതിയിട്ട് പട്ടികയായിട്ട് തന്നിരിക്കുന്ന ടേബിൾ ആയിട്ട് തന്നിരിക്കുന്നത് ഇത് 12 2 ഉണ്ട്. 2 പ്രാവശ്യം എഴുതി. 12.4 3 ഉണ്ട്. 12.4 3 പ്രാവശ്യം എഴുതി. 12.7 5 ഉണ്ട്. 5 പ്രാവശ്യം എഴുതി. അങ്ങനെ കംപ്ലീറ്റ് അങ്ങ് നിരത്തി എഴുതിയിട്ട് നടുക്ക് വരുന്നത് 13.1 കണ്ടുപിടിച്ചു. അപ്പൊ മീഡിയൻ എന്ന് പറഞ്ഞത് 13.1. ഇത് നമുക്ക് എപ്പോഴും എളുപ്പമാവില്ല. എളുപ്പമാവോ? കാരണം 25 എണ്ണം തന്നെ 20 കഷ്ടി നമുക്ക് എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഒരു 50 എണ്ണോ 100 എണ്ണോ ഒക്കെ വരുമ്പോഴോ ഇങ്ങനെ നിരത്തി എഴുതി കണ്ടുപിടിക്കൽ എളുപ്പമല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന ടേബിളിൽ ഇങ്ങനെ എഴുതും. ഹീമോഗ്ലോബിൻ തന്നിരിക്കുന്ന ഹീമോഗ്ലോബിൻ ലെവല്, നമ്പർ ഓഫ് ചിൽഡ്രൻ, എന്നിട്ട് 2 പേർക്ക് 12 ഹീമോഗ്ലോബിൻ. അപ്പൊ അപ് ടു 12 2 പേര് 2 വരെ, അതായത് 12 വരെ ഹീമോഗ്ലോബിൻ ലെവലുള്ള 2 പേര്. അപ് ടു 12.4 വരുമ്പോ ഈ 12.4 അതിന്റെ താഴോട്ടുള്ളത് 2 3 5. പിന്നെ അപ് ടു 12.7 വരെ എന്നുള്ളത് 12.7 വരെ ഹീമോഗ്ലോബിൻ ലെവലുള്ള ഈ 2 വരും 3 വരും 5 വരും. അതായത് 2 ഈ 5നോട് വീണ്ടും 5 കൂട്ടുക 10. ഇങ്ങനെ കൂട്ടി പോയി 2 2 3 5 അങ്ങനെ കൂട്ടി പോവുക. അതായത് അപ് ടു 13.1 എന്ന് പറയുമ്പോൾ ഈ 13.1 14 താഴെയുള്ള എല്ലാം 2 3 5 5 10 6 16 വരും. വീണ്ടും അപ് ടു 13.3 എന്ന് പറയുമ്പോൾ അതിന് താഴെയുള്ള എല്ലാം വരും. അപ്പൊ അങ്ങനെ കൂട്ടി പോയി. ഇതിന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കും. അതായത് സഞ്ചിതാവൃത്തി പട്ടിക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അപ് ടു 12.2 അപ് ടു 12.4 2 + 3 5 അപ് ടു 12.7 5 + 5 10 അപ് ടു 13.1 ടാനിലൂടെ വീണ്ടും 6 കൂട്ടി. അപ് ടു 13.3 വീണ്ടും 4 കൂട്ടി. അങ്ങനെ കൂട്ടി പോകും. അവസാനം വരുമ്പോൾ അതെല്ലാം വരും. അതായത് 14.0 വരെ ഹീമോഗ്ലോബിൻ ലെവലുള്ള 25 പേരുണ്ട്. നമുക്ക് വരേണ്ട എന്താ? എത്രാമത്തെ കണ്ടുപിടിക്കേണ്ടത്? മീഡിയൻ എന്ന് പറയുന്നത് 13ാമത്തെയാണ്. 13th മീഡിയൻ ഈസ് ദി 13th സ്കോർ ആണ്. 13th സ്കോർ എവിടെ വരിക നോക്കിയേ. ആദ്യത്തെ 2 എണ്ണം ഇതാണ് 12.0 ആണ്. 3ാമത്തെ മുതൽ 5ാമത്തെ വരെ 12.4 ആണ്. 6ാമത്തെ മുതൽ 10ാമത്തെ വരെ 12.7 ആണ്.
11 മുതൽ 16 വരെ 13.1 അപ്പൊ 11-ത്തെയും 12-ത്തെയും 13-ത്തെയും ഒക്കെ എന്താണ് 13.1. നമുക്ക് വേണ്ടത് എത്രാമത്തെയാണ്? 13-ത്തെ. അപ്പൊ 13-ത്തെ ഏതാ? 13.1. അപ്പൊ 13.1 ഈസ് ദി മീഡിയൻ. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അല്ല ഇങ്ങനെ നിരത്തി എഴുതി കണ്ടുപിടിക്കല് എളുപ്പമല്ല. അപ്പൊ ഏറ്റവും എളുപ്പവഴി എന്താണ്? ഇതുപോലെ ടേബിൾ തയ്യാറാക്കുക. ടേബിൾ തയ്യാറാക്കിയിട്ട് നടുക്ക് വരുന്നത് ആകെ 25 25 നടുക്ക് വരുന്നത് 25 1 26ന്റെ പകുതി 13-ത്തെ. 13-ത്തെ വരുന്നത് 10-നും 16-നും ഇടയ്ക്കാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 11 മുതൽ 16 വരെ 13.1. അപ്പോൾ 13-ത്തെ 13.1 തന്നെയാണ്. അതുകൊണ്ട് മീഡിയൻ എന്ന് പറയുന്നത് 13.1. സോ 13.1 ഈസ് ദി മീഡിയൻ. ക്ലിയർ ആയ പറഞ്ഞത്? വേറൊരു എക്സാമ്പിൾ നോക്കാം. The monthly income of 35 households in a locality are given. Find the median. അപ്പോൾ എത്ര പേരുണ്ട് ഇവിടെ? മന്ത്ലി ഇൻകം ഓഫ് 35 households. അപ്പോൾ 35 പേരുണ്ട്. ഇതാണ് തന്നിരിക്കുന്നത്. 10,000 രൂപ മന്ത്ലി ഇൻകം ഉള്ള 3 പേര്, 11,000 രൂപ മന്ത്ലി ഇൻകം ഉള്ള 7 പേര്, 12,000 രൂപ മന്ത്ലി ഇൻകം ഉള്ള 8 പേര്, 13,000 രൂപ മന്ത്ലി ഇൻകം ഉള്ള 5 പേര്, 14,000 രൂപ മന്ത്ലി ഇൻകം ഉള്ള 5 പേര്, 15,000 രൂപ മന്ത്ലി ഇൻകം ഉള്ള 4 പേര്, 16,000 മന്ത്ലി ഇൻകം ഉള്ള 3 പേര്. അങ്ങനെ മൊത്തം 35 പേരുടെ മന്ത്ലി ഇൻകം ഇങ്ങനെ ടേബിൾ ആയിട്ട് തന്നിരിക്കുക. നമുക്ക് മീഡിയൻ മന്ത്ലി ഇൻകം കണ്ടുപിടിക്കണ്ടേ. ഇപ്പൊ 35 പേരാണ് നടുക്കെന്ന് പറഞ്ഞാൽ എത്രാമത്തെയാ? 35ന്റെ ഒന്ന് തൊട്ട് 36, 36ന്റെ പകുതി 18-ത്തെ ആളായിരിക്കും നടുക്ക് വരുന്നത്. അപ്പൊ 18-ത്തെയാണ് മീഡിയൻ ആയിട്ട് വരേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ചെയ്ത മാതിരി സഞ്ചിതാവർത്തിയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ. അതായത് അപ് ടു 1000 വരെ 3 പേര്, അപ് ടു 11,000 വരുമ്പോൾ 3 + 7 10 പേര്, അപ് ടു 12,000 വരുമ്പോൾ ഈ 10ഉം 8ഉം 18, വീണ്ടും അപ് ടു 13,000 വരെ 18 5 കൂട്ടി 23, അപ് ടു 14,000 അഗൈൻ 5 കൂട്ടി 28, അപ് ടു 15,000 അഗൈൻ 4 കൂട്ടി 32, അപ് ടു 16,000 3 കൂട്ടി 35. അതായത് പോലെ കൂട്ടി എഴുതി 3 എഴുതി 3 7 10 10 8 18 അങ്ങനെ കൂട്ടി അവസാനം 35 വരെ. അപ്പൊ അപ് ടു 10,000 3, അപ് ടു 11,000 10, അപ് ടു 12,000 8 അങ്ങനെ അങ്ങ് എഴുതി. ഇനി നടുക്ക് വരേണ്ട എത്രാമത്തെയാ? 18-ത്തെ. 18-ത്തെ എവിടെ വരും? അതെ 18-ത്തെ അവിടെ കിടക്കുന്ന കണ്ടോ. അതായത് ആദ്യത്തെ 3 10,000 ആണ്, 4-ത്തെ മുതൽ 10-ത്തെ വരെ 11,000 ആണ്, 11-ത്തെ മുതൽ 18-ത്തെ വരെ 12,000. അപ്പൊ 18-ത്തെ എത്ര തന്നെയാ? 12,000 തന്നെ. അപ്പോ X18 എന്ന് പറയുന്നത് 12,000 ആണ്. അപ്പോ മീഡിയൻ എന്ന് പറയുന്നത് 12,000. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, വേറെ എക്സാമ്പിൾ നോക്കാം. ഡെയിലി വേജസ് നമ്പർ ഓഫ് വർക്കേഴ്സ്. അതായത് 700 രൂപ ഒരു കമ്പനിയിൽ 700 രൂപ ശമ്പളം കിട്ടുന്ന 2 പേര്, 800 രൂപ കൂലി കിട്ടുന്ന 4 പേര്, 900 രൂപ കൂലി കിട്ടുന്ന 5 പേര്, 1000 രൂപ കൂലി കിട്ടുന്ന 7 പേര്, 1,100 രൂപ കിട്ടുന്ന 5 പേര്, 1,200 രൂപ കിട്ടുന്ന 4 പേര്, 1,300 രൂപ കിട്ടുന്ന 3 പേര്. അങ്ങനെ ഫൈൻഡ് ദി മീഡിയൻ ഡെയിലി വേജസ് എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ചെയ്ത പോലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കണം. അതായത് ഡെയിലി വേജസ് നമ്പർ ഓഫ് വർക്കേഴ്സ്, ഡെയിലി വേജസ് അപ് ടു 700, അതായത് 700 വരെ 2 പേരേ ഉള്ളൂ. 800 വരെ വരുമ്പോഴോ ഈ 700 വരെ എന്ന് പറഞ്ഞാൽ 800 താഴെയുള്ള എല്ലാം വരും. അപ്പൊ 4 2 6. 900 വരെ 6 5 11, 1000 വരെ 11 7 18, 1,100 വരെ 18 5 23, 1,200 വരെ 23 4 27, 1,300 വരെ 27 30 പേരുണ്ടാകെ ആ കമ്പനിയിലെ ജോലിക്കാർ. അതിന് നടുക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 30 ആകുമ്പോൾ നടുക്ക് 2 എണ്ണം വരും. ഏതൊക്കെയാ? 30ന്റെ പകുതി 15-ത്തെയും 16-ത്തെയും. കാരണം ഈവൻ നമ്പർ ഓഫ് സ്ക്വയർസ് ആണ് ഈ നടുക്ക് 2 പേര് വരും. അപ്പൊ അതിന് നേരെ നടുക്ക് കാണാൻ 30ന്റെ പകുതി 15-ത്തെ അടുത്ത് 16-ത്തെ. അപ്പൊ 15 16 നടുക്ക് വരുന്നത്. അതായത് X15 X16. അപ്പൊ 15 16 11 18 ഇടയ്ക്കാണ്. അപ്പൊ 11 വരെ 900 ആണ്. അപ്പൊ 12-ത്തെ മുതൽ 18-ത്തെ വരെ 1000. അപ്പൊ 15 16 എത്ര തന്നെയാ? 1000 തന്നെ. അപ്പൊ 15-ത്തെ 1000 ആണ്, 16-ത്തെ 1000 ആയതുകൊണ്ട് അതിന്റെ ആവറേജ് പ്രത്യേകം നോക്കേണ്ട കാര്യമില്ല. 15 16 15-ത്തെയും 16-ത്തെയും കൂട്ടിയിട്ട് പകുതി എടുക്കണമെന്നാ എന്ന് പറഞ്ഞാൽ 15-ത്തെയും 16-ത്തെയും സെയിം ആണല്ലോ, 1000 തന്നെ. അപ്പൊ അതിന്റെ മീഡിയൻ എത്രയാണ്? 1000 ആണ്. പറഞ്ഞു മനസ്സിലായോ? അതായത് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കുന്നു. നടുക്ക് വരുന്ന 30 എണ്ണമാണ് ആകെ ഉള്ളതെങ്കിൽ നടുക്ക് 2 എണ്ണം വരും, 15-ത്തെയും 16-ത്തെയും. അപ്പൊ അതിൽ ആദ്യത്തെ 2 700 ആണ്, 3-ത്തെ മുതൽ 6-ത്തെ വരെ 800 ആണ്,
7ാമത്തെ മുതൽ 11ാമത്തെ വരെ 900 ആണ്. 12ാമത്തെ മുതൽ 18ാമത്തെ വരെ 1000 ആണ്. അപ്പൊ 15ാമത്തെയും 16ാമത്തെയും ഒക്കെ ഇപ്പൊ എത്രയാണ്? കാരണം 12ാമത്തെ 1000, 13ാമത്തെ 1000, 14ാമത്തെ 1000, 15ാമത്തെ 1000, 16ാമത്തെ 1000, 17ാമത്തെ 1000, 18ാമത്തെ 1000. അപ്പൊ അതിന് നമുക്ക് 15ാമത്തെയും 16ാമത്തെയും ഉണ്ട്. അപ്പൊ 15ാമത്തെയും 16ാമത്തെ എത്ര തന്നെ? 1000 തന്നെ. അതുകൊണ്ട് മീഡിയൻ എത്രയാണ്? 1000. ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ. ഇതാ മറ്റൊരു ക്വസ്റ്റ്യൻ. The table below gives the number of babies born in a hospital during a week. Sorted according to their birth weight. Find the median weight. ആണ് മീഡിയൻ ബർത്ത് വെയിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ അത്രേ ഉള്ളൂ. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായ നവജാത ശിശുക്കളുടെ ബർത്ത് വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. അതായത് 2.5 വെയിറ്റ് ഉള്ള 4 കുട്ടികൾ, 2.600 വെയിറ്റ് ഉള്ള 6 കുട്ടികൾ, 2.750 വെയിറ്റ് ഉള്ള 8 കുട്ടികൾ, 2.800 വെയിറ്റ് ഉള്ള 10 കുട്ടികൾ, 3 കിലോഗ്രാം വെയിറ്റ് ഉള്ള 12 കുട്ടികൾ, 150 വെയിറ്റ് ഉള്ള 10 കുട്ടികൾ, 250 വെയിറ്റ് ഉള്ള 8 കുട്ടികൾ, 300 വെയിറ്റ് ഉള്ള 7 കുട്ടികൾ, 500 വെയിറ്റ് ഉള്ള 5 കുട്ടികൾ. ഇത്രയും ആണ് ആ ഹോസ്പിറ്റലിൽ ആ ഒരാഴ്ചയിൽ ജനിച്ച കുട്ടികളുടെ നോർമൽ അവരുടെ ബർത്ത് വെയിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മീഡിയൻ ബർത്ത് വെയിറ്റ് ആണ്. അപ്പോൾ മീഡിയൻ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ആയിട്ട് ഒരു ആകെ എത്ര ഉണ്ട് കൂട്ടി നോക്കണം. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കുക. അപ് ടു 2.50 എന്ന് പറയുമ്പോൾ 2.5 വരെ 4, 2.600 വരെ 4 6 10, 2.750 വരെ 10 8 18, 2.800 വരെ 18 10 28, 3 വരെ അത് 12 കൂടി കൂട്ടണം 40, അങ്ങനെ കൂട്ടി ആകെ 70 കുട്ടികളാണ് ആഴ്ചയിൽ ഹോസ്പിറ്റലിൽ ജനിച്ചത്. അപ്പൊ 70 പേരുടെ മീഡിയൻ കാണാൻ നടുക്ക് വരുന്ന 2 വരും 70 ആവുമ്പോൾ. 70ന്റെ പകുതി എത്രയാ? 35ാമത്തെയും 36. 70ന്റെ പകുതി 35. അപ്പോ മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്? 35ാമത്തെയും 36ാമത്തെയും 2 വരും. അതായത് നടുക്ക് വരുന്ന 2 ആവറേജ് ആണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ 28ാമത്തെ വരെ 2.800 താഴെയാ. 2.800 വരെ വെയിറ്റ് ഉള്ള 28 കുട്ടികൾ. പിന്നെ 29ാമത്തെ മുതൽ 40ാമത്തെ വരെ കുട്ടികൾക്ക് 3 കിലോഗ്രാം ആണ് വെയിറ്റ്. അപ്പൊ 35ാമത്തെ ഇതിനിടയ്ക്കല്ലേ വരുന്നേ. 35ാമത്തെ എത്ര തന്നെയാണ്? 3 തന്നെ വരും. അതായത് കാര്യം മനസ്സിലായോ? 28 വരെയുള്ള കുട്ടികൾക്ക് 2.800 ആണ് വെയിറ്റ്. അതിനുശേഷം 29ാമത്തെ മുതൽ 40ാമത്തെ വരെ 3 കിലോഗ്രാം വെയിറ്റ് വരും. അപ്പൊ 29ാമത്തെയും 30ാമത്തെയും 31ാമത്തെയും 32ാമത്തെയും 33ാമത്തെയും അങ്ങനെ 40ാമത്തെ വരെ എത്ര തന്നെയാണ്? 3 കിലോ. അപ്പൊ 35ാമത്തെയും 36ാമത്തെയും എത്ര തന്നെ? 3 കിലോഗ്രാം. അപ്പൊ മീഡിയൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആവറേജ് എടുക്കാൻ ഇതാണ് 3ന്റെ 2 പ്രാവശ്യം കൂട്ടിയിട്ട് പോയി എടുക്കാന്ന് പറഞ്ഞാൽ 3 തന്നെയല്ലേ. അപ്പൊ അവിടെ വേറെ നോക്കണ്ട, 3 തന്നെയാണ്. 2 സെയിം ആണെങ്കിൽ പിന്നെ ആവറേജ് പ്രത്യേകം എടുക്കണ്ട. മീഡിയൻ ഈസ് ഈക്വൽ ടു 3.000 അല്ലെങ്കിൽ 3 കിലോഗ്രാം ആണ് ആഴ്ചയിൽ ആശുപത്രിയിൽ ജനിച്ച കുട്ടികളുടെ മീഡിയൻ വെയിറ്റ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.